നമസ്കാരം. മൂക്കടപ്പ്, മൂക്കിലൂടെ ശ്വാസം വിടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, മണം, രുചി എന്നിവ പോകൽ, മൂക്കൊലിപ്പ്, തലവേദന, പോസ്റ്റ് നേസൽ ഡ്രിപ്പ്, സ്നോറിങ് അതായത് കൂർക്കം വലി തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് മൂക്കിലെ ദശ അല്ലെങ്കിൽ നേസൽ പോളിപ്പ് കാരണമാവാം. ഈ നേസൽ പോളിപ്പ് എന്ന് പറയുന്നത് മൂക്കിനകത്ത് അല്ലെങ്കിൽ സൈനസിനകത്ത് ഉണ്ടാകുന്ന ക്യാൻസർ അല്ലാത്ത വളർച്ചയാണ്. ഈ വളർച്ച എങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഒരു 95% കേസിലും അലർജി കാരണമാവാം. ഈ അലർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ അമിതമായ പ്രതികരണമാണ്. ഈ അമിതമായ പ്രതികരണം എന്ന് പറയുന്നത് ചിലപ്പോൾ പൊടിയോടാവാം, അല്ലെങ്കിൽ ക്ലൈമറ്റിലുള്ള ചേഞ്ചസിനോടാവാം, അല്ലെങ്കിൽ ചിലതരം ഭക്ഷണ സാധനത്തിനോടാവാം. ഇത്തരത്തിലുള്ള ചേഞ്ചസ് വരുമ്പോൾ ഈ അലർജിയുള്ള ആളുകളുടെ ശരീരത്തിൽ IgE കൗണ്ട് കൂടുകയും, IgE കൗണ്ട് എന്ന് പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ E എന്ന് പറഞ്ഞിട്ടുള്ള രക്തത്തിലെ ഒരു കൗണ്ടാണ്. ഇത് കൂടുന്നതോടൊപ്പം അവരുടെ ശരീരത്തിൽ ചിലതരം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. ഇത്തരത്തിൽ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ നേസൽ പോളിപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മൂക്കിനകത്ത് അല്ലെങ്കിൽ സൈനസിനകത്ത് ഉണ്ടാകുന്ന ഒരു കൊഴുത്ത ആവരണമുണ്ട്. ഈ കൊഴുത്ത ആവരണത്തിന് അലർജി കാരണം അണുബാധ സംഭവിച്ച് വീക്കവും ചുവപ്പും അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് നേസൽ പോളിപ്പ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ നേസൽ പോളിപ്പ് നമുക്ക് സർജറിയിലൂടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അലർജി അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് ഒരു ആസ്മയായിട്ടോ അല്ലെങ്കിൽ വീണ്ടും നേസൽ പോളിപ്പായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോൺസിലൈറ്റിസ് ആയിട്ടോ ഒക്കെ നമുക്ക് റെക്കറന്റ് ആയിട്ട് ഇത് അനുഭവപ്പെടാം. ഹോമിയോപ്പതിയിൽ ഇതിനെ ചികിത്സിക്കുമ്പോൾ അലർജി കംപ്ലീറ്റ് ആയിട്ട് മാറ്റുവാനുള്ള ഒരു ചികിത്സയാണ് കൊടുക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ ഈ അലർജിയുടെ കൗണ്ട് അവരുടെ ശരീരത്തിൽ ബാലൻസ് ചെയ്യുന്നതോടൊപ്പം മൂക്കിലെ ദശയുടെ സൈസ് കുറഞ്ഞു വരികയും അത് കംപ്ലീറ്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ നമ്മൾ ചികിത്സിക്കാൻ വേണ്ടി നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ആ രോഗിയുടെ പ്രത്യേകതയും രോഗത്തിന്റെ പ്രത്യേകതയും ഒക്കെ അനുസരിച്ച് ഈ കൗണ്ട് എത്രമാത്രം കൂടുന്നുണ്ട് എന്നുള്ളതും കൺസിഡർ ചെയ്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി സെലക്ട് ചെയ്ത് കൃത്യമായ അളവിൽ കൃത്യമായ കാലത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പരിപൂർണമായിട്ടും നമുക്ക് ഈ അലർജി മാറ്റി ഈ നേസൽ പോളിപ്പ് കംപ്ലീറ്റ് ആയിട്ടും മാറ്റുവാൻ സാധിക്കും. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.